Hi friends, Anjani Tech Academy's online channel ലേക്ക് ഏവർക്കും സ്വാഗതം. My name is Vishnu G. Ranjit. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കോഡിലൂടെ സെറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പോകുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും ഫോക്ക് ഡാൻസുകളും. മത്സര പരീക്ഷയിൽ നമ്മളെ കുഴപ്പിക്കാനായിട്ട് സ്ഥിരം ഈ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ തിരിച്ചും മറിച്ചും ചോദിക്കും, വളരെ ഡീപ്പായിട്ടും ചോദിക്കും. പലപ്പോഴും തലവേദന ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇനി പേടിക്കണ്ട, നമുക്ക് പഠിക്കാനുള്ള എല്ലാ ഫോക്ക് ഡാൻസും ഒരു കൺഫ്യൂഷനും കൂടാതെ നല്ല കണക്ഷനിലൂടെ നമുക്ക് കണക്ട് ചെയ്ത് ഫോട്ടോയൊക്കെ കണ്ട് അടിപൊളിയായിട്ട് പഠിക്കാം. ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പഠിച്ചിട്ടുള്ള ഫോക്ക് ഡാൻസുകൾ ഒന്നും നിങ്ങൾ ഇനി മറക്കത്തില്ല, ആ ഉറപ്പ് ഞാൻ നൽകാം. എങ്കിൽ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ ക്ലാസ്സിന്റെയൊക്കെ നോട്ട് നിങ്ങൾക്ക് വേണം എന്നുണ്ട് എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അവിടെ ജോയിൻ ചെയ്തോളൂ. ക്ലാസ്സിന്റെ നോട്ട് വേണം എന്നുണ്ട് എങ്കിൽ അവിടെ ചോദിച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അത് മാത്രമല്ല യൂട്യൂബില് ഷെയർ ചെയ്യാറുള്ള എല്ലാ വീഡിയോയുടെയും ലിങ്ക് ഞാൻ അവിടെയും ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് മിസ്സാവാതിരിക്കാൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തോളൂ, ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തോളൂ. ഞങ്ങൾ ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കമന്റ് എന്തായാലും അറിയിക്കാനും മറക്കരുത്. എങ്കിൽ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത് ജമ്മു കാശ്മീരിൽ നിന്നുള്ള ഫോക്ക് ഡാൻസുകളാണ്, അഥവാ അവിടുത്തെ പ്രാദേശിക നൃത്തങ്ങൾ. നാടോടി നൃത്തം എന്ന് വേണമെങ്കിലും പറയാം അല്ലേ. മത്സര പരീക്ഷയിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള നാടോടി നൃത്തങ്ങളും അവയുടെ പ്രത്യേകതകളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്നും അറിയേണ്ടതെല്ലാം കണക്ട് ചെയ്ത് കോഡിലൂടെ സെറ്റായിട്ട് തന്നെ പഠിക്കാം. ജമ്മു കാശ്മീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ തല പോലെ കാണപ്പെടുന്ന സ്ഥലമാണല്ലേ. ഭൂപടത്തിൽ നോക്കിയാൽ മതി, അഥവാ ഇന്ത്യയുടെ ഏറ്റവും മുകളിലുള്ള സ്ഥലമാണ് അല്ലേ. അപ്പൊ അവിടെ മുകളിൽ എപ്പോഴും റൂഫ് ഉണ്ടാവും എന്ന് ഓർത്തോളൂ. നമ്മുടെ വീടിന്റെ മുകൾ ഓർത്താൽ മതി. അപ്പൊ മുകളിൽ എപ്പോഴും റൂഫ് ഉണ്ടാവും, ഭയങ്കര കാറ്റായിരിക്കും. ഇന്ത്യയുടെ ഏറ്റവും മുകളിലല്ലേ, അപ്പൊ കാറ്റായിരിക്കും എന്ന് ഓർത്തോളൂ. പിന്നെ അവിടെ പോകുമ്പോഴത്തേക്കും കാറ്റുള്ളത് കൊണ്ട് കുടയും എടുക്കണം എന്നോർത്തോളൂ. അതിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്യാം. ഏറ്റവും മുകളിൽ എന്നാണ് പറഞ്ഞത്? യെസ്, റൂഫ്. അതാണ് റൂഫ് എന്ന് ഓർക്കാനായിട്ട് പറഞ്ഞത്. കുട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖുദ് എന്ന് പറയുന്ന അവിടുത്തെ പ്രാദേശിക ഡാൻസ് ആണ് എന്നോർത്തോളൂ. ഭയങ്കര കാറ്റാണ്. അപ്പൊ നമ്മൾ ഏറ്റവും മുകളിൽ പോകുമ്പോഴത്തേക്കും ഹായ് കാറ്റ് എന്ന് പറയുമല്ലേ, അത്രയേ ഉള്ളൂ. ഇപ്പൊ റൌഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോംഡ് ബൈ കാശ്മീരി വുമൺ ആണ്. ഇന്ത്യയുടെ ഏറ്റവും റൂഫ് അല്ലെ, ഏറ്റവും മുകളിൽ പോകുമ്പോഴത്തേക്കും അവിടെ കാശ്മീരാണ്. കാശ്മീരി സ്ത്രീകൾ നിന്ന് ഡാൻസ് കളിച്ചുകൊണ്ട് നിൽക്കും എന്ന് ഓർത്തോളൂ. അത് കാണാനാണ് നമ്മൾ അവിടെ പോകുന്നത്. ഓക്കെ, എങ്കിൽ ഖുദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട കവചം അല്ലേ. കുട നമുക്ക് സംരക്ഷണമാണല്ലേ. ഏറ്റവും മുകളിൽ പോകുമ്പോഴത്തേക്കും കാറ്റും മഴയൊന്നും ഇല്ല, വരാതിരിക്കാനുള്ള സംരക്ഷണമാണ് കുട. അങ്ങനെ ഓർത്താൽ മതി. അപ്പൊ ആ സംരക്ഷണം നൽകിയതിന് അവിടെയുള്ള ജനങ്ങൾ രാത്രി കാലത്തില് അവിടെയുള്ള പ്രാദേശിക ദേവതയായിട്ടുള്ള ഗ്രാം ദേവതയ്ക്ക് ആദര സൂചകമായിട്ട് നടത്തുന്ന ഡാൻസ് ആണ് എന്ന് ഓർത്തോളൂ. സംഭവം ഇങ്ങനെയാണ്. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നൊക്കെ അവരെ സംരക്ഷിക്കുന്നതിന് അതിന്റെ ആദര സൂചകമായിട്ട് രാത്രി കാലങ്ങളിൽ അവിടെയുള്ള ജനങ്ങള് ഗ്രാമദേവതയ്ക്ക് വേണ്ടി കളിക്കുന്ന ഡാൻസ് ആണ് ഖുദ്. ഇങ്ങനെ ഓർത്താൽ മതി. കുട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംരക്ഷണം. ഈ കുട നൽകിയത് അവിടത്തെ ഗ്രാമ ദേവതയാണ് എന്നും ഓർത്തോളൂ. അപ്പൊ റൌഫ്, ഖുദ്, ഹായ്, കാറ്റ്, ഇത്രയും കണക്ട് ചെയ്യാമല്ലോ. ഇനി നമുക്ക് അടുത്ത 3 കാര്യങ്ങൾ കോഡിലൂടെ ഇങ്ങനെ പഠിക്കാം. നമ്മൾ പറഞ്ഞു കുട എടുത്തോണ്ട് ഏറ്റവും റൂഫ് അല്ലെ, ഏറ്റവും റൂഫ് ടോപ്പിലാണ് ജമ്മു കാശ്മീർ. അവിടെ പോകുമ്പോൾ നല്ല കാറ്റായിരിക്കും. ഇനി ആരൊക്കെയാണ് പോയെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. പോയത് ആരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബച്ച സ്ഥിരം പോകും. ബച്ച എന്ന് പറഞ്ഞാൽ കുട്ടികള്. അവരുടെ കൂടെ തുണയ്ക്കായിട്ട് ചാച്ച പോകും എന്നോർത്തോളൂ. ചാച്ച എന്ന് പറഞ്ഞാൽ അപ്പൂപ്പ അല്ലേ. ബച്ച പോവും, കൂടെ ചാച്ച പോകും. പിന്നെ വിവാഹശേഷം അച്ഛനും പോകും എന്നോർത്തോളൂ. അതാണ് വിയോഗി നാച്ചൂൺ. അല്ല എന്നുണ്ടെങ്കിൽ വിവാഹശേഷം നാത്തൂന്മാരും പോകുന്ന സ്ഥലമാണ് ജമ്മു കാശ്മീർ എന്നോർത്തോളൂ. നമുക്ക് കണക്ട് ചെയ്യാം. ബച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബച്ച നഗ്മ എന്ന് പറയുന്ന നാടോടി നൃത്തരൂപം ജമ്മു കാശ്മീരിലാണ് ഉള്ളത്. അതൊന്നുമില്ല അവിടെയുള്ള വെഡിങ്ങും അല്ല എന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും സോഷ്യൽ പ്രോഗ്രാം ഒക്കെ ഉള്ള സമയത്ത് അവിടെയുള്ള ടീനേജ് ആയിട്ടുള്ള ബോയ്സ് വേഷപ്രച്ഛന്നമായിട്ട് ഗേളായിട്ട് മാറി നൃത്തം ചെയ്യുന്ന പരിപാടിയാണ് ബച്ച നഗ്മ. ഇങ്ങനെ ഓർത്താൽ മതി. സ്കൂൾ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് നമ്മൾ വേഷത്തിനൊക്കെ പങ്കെടുപ്പിക്കാറില്ലേ, അത് വെച്ച് ഓർത്താൽ മതി. അങ്ങനെ കുട്ടികള് പെണ്ണായിട്ട് മാറിയിട്ടുള്ള പ്രോഗ്രാം അവിടെയും അവതരിപ്പിക്കാറുണ്ട്. ആ പേര് തന്നെയുണ്ട് ബച്ച നഗ്മ. ബോയ് ആയിട്ടുള്ള ബച്ച നഗ്മയായിട്ട് മാറുന്നു. നഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോഹൻലാലിന്റെ ചതുരംഗ സിനിമയിലും രജനീകാന്തിന്റെ ഭാഷ സിനിമയിലൊക്കെ നായികയായിട്ട് വന്നിട്ടുള്ള, അങ്ങനെ ഓർത്താൽ മതി. ബോയ് ആയിട്ടുള്ള ബച്ച നഗ്മയെ പോലുള്ള പെൺകുട്ടിയായി മാറുന്നു എന്ന് ഓർത്തോളൂ. എങ്കിൽ അടുത്ത ചച്ച എന്നാണ് പറഞ്ഞത്. യെസ്, ചച്ച ഫോക്ക് ഡാൻസും അവിടെയുള്ളതാണ്. പിന്നെ വിയൂഗി നാച്ചൂൺ, വിവാഹശേഷം അച്ഛൻ പോയി എന്നും ഓർത്തോളൂ. അല്ല എന്നുണ്ടെങ്കിൽ
വിവാഹശേഷം നാത്തൂൻ പോയി എന്നും ഓർത്തോളൂ. പ്രൊനൗൺസിയേഷൻ ഇങ്ങനെയാണ് എന്ന് തോന്നുന്നു, സ്പെല്ലിംഗ് കറക്റ്റ് ആണ്. ഓക്കെ, എങ്കിൽ അടുത്ത് നമ്മൾ കണക്ട് ചെയ്യേണ്ടതാണ് ബാന്ദ് പത്തർ. ബാന്ദ് പത്തർ ഇങ്ങനെ ഓർത്തോളൂ. ജമ്മു കാശ്മീരിനെ കുറിച്ച് ഓർത്താൽ മതി. അവിടെ ബന്ധും സ്ട്രൈക്ക് ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും പത്തർ എറിയും. ഹിന്ദിയിൽ പത്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ല് എന്നാണ്. പത്തർ മേ മാരേക എന്നൊക്കെ പറയുമല്ലോ, അത് വെച്ച് ഓർത്താൽ മതി. സോൾജേഴ്സിനെതിരെ അവിടെ വിഷയമൊക്കെ നടക്കുമ്പോഴത്തേക്കും പണ്ട് സ്ഥിരം അവിടെയുള്ള ആൾക്കാർ വന്നിട്ട് കല്ലേറൊക്കെ നടത്താറുണ്ടായിരുന്നു. നമുക്ക് അത് വെച്ചിട്ട് കണക്ട് ചെയ്യാം. അപ്പോ ബാന്ദ് പത്തർ എന്ന് പറയുന്ന ഫോക്ക് ഡാൻസും അവിടെ അവതരിപ്പിക്കാറുണ്ട്. അപ്പോ ഈ പത്തറൊക്കെ എറിയുമ്പോഴത്തേക്കും സോൾജേഴ്സിനും തിരിച്ച് ദേഷ്യം വരുമല്ലേ, അപ്പൊ അവര് ഷൂട്ട് ചെയ്യും. അവർക്ക് ഹാലിളകുമ്പോഴത്തേക്കും തിരിച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ ഡും ഡും എന്നായിരിക്കും സൗണ്ട് കേൾക്കുന്നത്. കല്ലെറിയുമ്പോഴും ഡും എന്ന് സൗണ്ട് കേൾക്കും. അതാണ് ഡും ഹാല്. അവിടെയുള്ള നാട്ടുകാർക്കും സോൾജേഴ്സിനും ഹാലിളകുമ്പോഴത്തേക്കും പിന്നെ അവിടെ ഡും ഡും എന്നായിരിക്കും, വെടിപൊട്ടുന്ന സൗണ്ട് ആയിരിക്കും. അതാണ് ഡും ഹാല് എന്ന് ഓർത്തോളൂ. ഇത് പെർഫോംഡ് ബൈ മെൻ ഓഫ് വറ്റൽ ട്രൈബ്സ്. ഇങ്ങനെ ഓർത്താൽ മതി. സോൾജേഴ്സിനും നാട്ടുകാർക്കെല്ലാം വട്ടിളകുമ്പോൾ, അതാണ് വറ്റൽ ട്രൈബ്സിലെ മെന്നാണ് പെർഫോം ചെയ്യുന്നത്. ഈ വിഷയങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാക്കുന്ന മെന്നല്ലേ എല്ലാവരും, അങ്ങനെയും ഓർത്താൽ മതി. എങ്കിൽ ഇനി നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കേണ്ട 2 ഫോക്ക് ഡാൻസുകളാണ് ജാഗ്രന, ദ മാലി എന്നിവ. ജാഗ്രന ഇങ്ങനെ ഓർത്താൽ മതി. ഇത്രയും വിഷയം നടക്കുമ്പോഴത്തേക്കും അതിനുശേഷം ജമ്മു കാശ്മീരിൽ പോകുമ്പോഴത്തേക്കും എല്ലായിടത്തും എല്ലാവരും ജാഗ്രത പാലിക്കണം എന്ന ബോർഡ് വച്ചിട്ടുണ്ട് എന്ന് ഓർത്തോളൂ. ഇഷ്യൂ നടക്കുകയാണല്ലേ, ഈ ലാസ്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ള പഹൽഗാം അറ്റാക്ക് വെച്ചിട്ടും ഓർത്തോളൂ. അവിടെ പോയിട്ടുള്ള ഫാമിലിയിലുള്ള ഭർത്താക്കന്മാരെല്ലാം കൊന്നു കളഞ്ഞു. അപ്പോൾ സ്ത്രീകളാണ് കൂടുതലും ജാഗ്രത പുലർത്തേണ്ടത് എന്ന് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. ജാഗ്രന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, അവിടെ കല്യാണത്തിന് മുമ്പേ ഉള്ള വെഡിങ് ഫംഗ്ഷൻ ഒക്കെ നടക്കും, അതിന് മുന്നേ ഉള്ള രാത്രികളിൽ അവിടെയുള്ള സ്ത്രീകൾ പെർഫോം ചെയ്യുന്ന ഡാൻസ് ആണ് ജമ്മു റീജിയനിൽ. അതാണ് ജാഗ്രന എന്ന് നമുക്ക് പഹൽഗാം അറ്റാക്ക് വെച്ച് പഠിക്കാം. സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അപ്പൊ ഫാമിലി ആയിട്ട് പോകുമ്പോൾ സ്ത്രീകള് ജാഗരൂകരാകുക എന്ന് വെച്ച് ഓർത്താൽ മതി. ജാഗ്രന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾ കളിക്കുന്ന ഡാൻസ്, കല്യാണത്തിന് മുമ്പേ ഉള്ള രാത്രി, അങ്ങനെ കണക്ട് ചെയ്യാം. അപ്പൊ ഇത്രയും വിഷയങ്ങൾ നടക്കുമ്പോഴത്തേക്കും ഈ വിഷയമെല്ലാം പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു സിദ്ധൻ അല്ലെങ്കിൽ ഒരു സന്യാസി വരണം എന്ന് ഓർത്തോളൂ. അതാണ് സൂഫി സന്യാസി. അപ്പൊ സൂഫി സന്യാസിമാരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഫോക്ക് ഡാൻസ് ആണ് ദ മാലി എന്ന് ഓർത്തോളൂ. സന്യാസിമാർ എപ്പോഴും കയ്യിലൊരു മാല കരുതിയിട്ടുണ്ടായിരിക്കും അല്ലേ, ജപിക്കാനായിട്ട്. ഇപ്പൊ ഹിന്ദു സന്യാസിയാണെങ്കിലും ബുദ്ധ സന്യാസിയാണെന്നുണ്ടെങ്കിലും സൂഫി സന്യാസികളാണെന്നുണ്ടെങ്കിലും കയ്യിൽ മാല കരുതും എന്ന് ഓർത്തോളൂ. അതാണ് ദ മാലി. ദ മാലി, മാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂഫി സയൻസ്. അതും ജമ്മു കാശ്മീർ ഇഷ്യൂ തീർക്കാൻ മാലയും കൊണ്ട് സൂഫി സന്യാസി വന്ന് എല്ലാവരും ശാന്തരാകും എന്ന് പറഞ്ഞപ്പോൾ ശാന്തരായി എന്ന് ഓർത്താൽ മതി. എങ്കിൽ നമുക്ക് അടുത്തയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ലഡാക്കിൽ നിന്നുള്ള നാടോടി നൃത്ത രൂപങ്ങളാണ് അടുത്ത് നോക്കേണ്ടത്. നമുക്ക് കണക്ട് ചെയ്ത് ആദ്യത്തെ 2 നോക്കാം. അതാണ് ജാബ്രോ ഡാൻസ്, ചാം ഡാൻസ്. ഇങ്ങനെ ഓർത്താൽ മതി. ലഡാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിയിലെ ലഡ്ക ലഡ്കി എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു ഉച്ചാരണമല്ലേ. ഹിന്ദിയിൽ ലഡ്ക ലഡ്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലഡ്ക എന്ന് പറഞ്ഞ ആൺകുട്ടിയും ലഡ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടിയും. യോധയിൽ ജ്യോതിച്ചേട്ടൻ ചോദിക്കുമല്ലോ, ഏക്ക് ലടുക്കി ഈ വഴി പോകുന്ന കണ്ടോ അമ്മച്ചി എന്ന് പറയുമ്പോഴത്തേക്ക് അവരെന്തോ പറയും, അമ്മച്ചി നേപ്പാളി ആണെങ്കിൽ ഇരപ്പാളിയാണെന്ന് പറയുമല്ലോ. അത് വെച്ച് ഓർത്താൽ മതി. അപ്പോൾ ലടുക്കയും ലടുക്കിയും കൂടെ ലഡാക്കിൽ പോയി. അങ്ങനെ പോകുമ്പോഴത്തേക്കും ലഡ്കി എന്തായിരിക്കും അപ്പോ ലഡ്കയോട് പറയുന്നത്? ജാ ബ്രോ എന്നാണ്. ബ്രോ നമുക്ക് പോകാം. ഹിന്ദിയിലെ ജാ ബ്രോ എന്ന് പറഞ്ഞാൽ ബ്രോ നമുക്ക് പോകാന്നല്ലേ. അത് വെച്ച് ഓർത്താൽ മതി. ജാ ബ്രോ എന്ന് പറഞ്ഞ് ലഡ്കയും ലടുക്കിയും കൂടെ ലഡാക്കിൽ പോയി. അതിൽ തന്നെ എല്ലാം ഉണ്ട്. ഇതെന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ചാങ്പോ കമ്മ്യൂണിറ്റിയിലുള്ള മെന്നും വുമണും പെർഫോം ചെയ്യുന്ന ഒരു നോമാഡിക് ഡാൻസ് ആണ് എന്ന് ഓർത്തോളൂ. അപ്പൊ അതിൽ തന്നെ ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞ എന്താണ്, ലഡ്കയും ലഡ്കിയും പോയി. ആ ഡാൻസ് പെർഫോം ചെയ്യുന്നത് മെന്നും വുമണുമാണ്. ചാങ്പോ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ചങ്ങാതിമാരുടെ ഒരു കൂട്ടമാണ്. അതിൽ തന്നെ ഉണ്ട് ചങ്ങാതി എന്ന് പറഞ്ഞാൽ ചാങ്പോ കമ്മ്യൂണിറ്റി എന്ന് ഓർത്തോളൂ. സെറ്റല്ലേ? എങ്കിൽ നമുക്ക് അടുത്ത് നോക്കേണ്ടത് ഞാൻ ചാം ഡാൻസ് ആണ്. ഇതെന്തെന്ന് ഞാൻ ആദ്യം പറയാം, എന്നിട്ട് കോഡ് പറയാം. ചാം ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു ഈവിൽ സ്റ്റൈല് ഡാൻസ് ആണ്. ഈ ഈവിലിനെ അവസാനം ഗോഡ് കീഴടക്കും എന്നുള്ള രീതിയിലുള്ളൊരു ഡാൻസ് ആണ്. അപ്പോൾ അവര് മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് പെർഫോം ചെയ്യുന്നത്. ഇതാണ് എന്ന് ഓർത്തോളൂ. നമുക്ക് കോർഡിനേറ്റ് ഇങ്ങനെ ഓർക്കാം. അങ്ങനെ ജാബ്രോ എന്ന് പറഞ്ഞ ആണും പെണ്ണും പോകുന്നതെന്ന് പറഞ്ഞാൽ ചമഞ്ഞായിരിക്കും പോകുന്നത്. പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തിന് ശേഷം മുഖത്ത് മാസ്ക് ഒക്കെ വെക്കണം അല്ലേ. മാസ്ക് മുഖംമൂടിയൊക്കെ വെച്ചിട്ട് വേണം പോകാൻ എന്നും ഓർത്തോളൂ. ഓക്കെ അല്ലേ? അപ്പൊ ജാബ്രോ ചാം ഡാൻസ് എന്നിവ സെറ്റ് ആണല്ലോ. എങ്കിൽ അടുത്ത് നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഷൻ ഡാൻസ്, ലാർന ഡാൻസ്. ഓക്കെ, അപ്പോൾ ഇവര് അവിടെ പോകുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ അവര് കോഷനിലായിരിക്കും പോകുന്നത്. കോഷൻ സ്പീഡ് എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിമിറ്റഡ് സ്പീഡ് കാണും. ഒരു 30 കിലോമീറ്റർ അല്ലെന്നുണ്ടെങ്കിൽ 40 കിലോമീറ്റർ ലിമിറ്റഡ് സ്പീഡ് വെച്ചിട്ടുണ്ടാവും. അതിന് താഴെ ആയിരിക്കും പോവേണ്ടത്.
അത് ഈ റെയിൽവേയിലോ അല്ലെന്നുണ്ടെങ്കിൽ ഹൈവേയിലൊക്കെ വന്നിട്ട് ട്രെയിനിനോ അല്ലെങ്കിൽ വണ്ടിയൊക്കെ പോകാനായിട്ട് ചിലയിടത്ത് കോഷൻ സ്പീഡ് വെച്ചിട്ടുണ്ടാവും, അതിലായിരിക്കും പോകേണ്ടത്. അപ്പൊ അവരങ്ങനെയാണ് കോഷൻ സ്പീഡിലാണ് പോകുന്നത്. അതാണ് കോഷൻ ഡാൻസ്. അങ്ങനെ കോഷൻ സ്പീഡിൽ പോകാനായിട്ട് അവർ തിരഞ്ഞെടുത്തത് ഹോഴ്സ്, കുതിരയുമാണ് എന്ന് ഓർത്തോളൂ. യെസ്, ഹോഴ്സ് റേസുമായിട്ട് ബന്ധപ്പെട്ട നാടോടി നൃത്ത രൂപമാണ് കോഷൻ ഡാൻസ്. അപ്പൊ അവരവിടെ പോകുന്നത് കോഷൻ സ്പീഡിൽ കുതിരപ്പുറത്താണ് എന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി, അത് നമുക്ക് കിട്ടും. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടതാണ് ലാർന ഡാൻസ്. കുതിരപ്പുറത്ത് ഇവർ എൻജോയ് ചെയ്ത് അലറിക്കൊണ്ടാണ് പോകുന്നതെന്ന് ചുമ്മാ ഓർത്തോളൂ. അതാണ് ലാർന. അല്ലാന്നുണ്ടെങ്കിൽ ലഡാക്ക് അല്ലേ, LHA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആദ്യത്തെ ആ ലഡാക്ക് അതേപോലുള്ള പ്രൊനൗൺസിയേഷൻ ഉണ്ടല്ലോ, അങ്ങനെയും കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ കുതിരപ്പുറത്ത് ആണും പെണ്ണും പോകുമ്പോഴത്തേക്കും ഓപ്പോസിറ്റിൽ നിന്നും ലോറിയും വരും എന്ന് ഓർത്താൽ മതി, അതാണ് ലാർന. എങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്തോളൂ. ഓക്കെ, ഇവരെന്തിനാണ് അവിടെ പോകുന്നതെന്ന് അറിയാവോ? അവിടെ നല്ല സ്പാ ഉണ്ട്. അങ്ങനെ ആണും പെണ്ണും ഒക്കെ അവിടെ നല്ല സ്പാ ഉണ്ട്, മസാജിന് വേണ്ടിയിട്ടാണ് എന്ന് ഓർത്തോളൂ. നല്ല മസാജാണ് കേട്ടോ, നല്ല അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പോ സ്പാ ഉണ്ട്, അതാണ് സ്പാവോ ഡാൻസ്. ലഡാക്കിലാണ് സ്പാവോ ഡാൻസ്. വാരിയർ ഡാൻസ് ആണ്. വാരിയർ ഡാൻസിന് അവിടെയുള്ള യോദ്ധാക്കളുടെ ഡാൻസ് ആണ്. അപ്പൊ അവിടെ പോകുമ്പോഴത്തേക്ക് അവിടെയുള്ള യോദ്ധാക്കളാണ് സ്പായില് മസാജ്, അവിടുത്തെ ട്രഡീഷണൽ മസാജ് ചെയ്യുന്നതെന്ന് ഓർത്തോളൂ. അവിടെ എന്താണ് അവിടെ സ്പായിലുള്ളത്? ബാൾട്ടി ഡാൻസ്. അത് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. ബാൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷണ്ടിയൊക്കെ വരുമ്പോഴത്തേക്ക് അത് മാറ്റാനുള്ള മസാജാണ് കേട്ടോ, അങ്ങനെയും ഓർത്തോളൂ. അതാണ് ബാൾട്ടി ഡാൻസ്. എങ്കിൽ ഏറ്റവും അവസാനം നമുക്ക് നോക്കേണ്ടതാണ് ഷോൺഡോൾ ഡാൻസ്. കോർഡിനേറ്റ് ഇങ്ങനെ ഓർത്തോളൂ. അങ്ങനെ ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞു, ബാൾഡ് അല്ലേ, ബാൾഡ് എല്ലാം മാറുമ്പോഴത്തേക്കും അവസാനം ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അവര് സന്തോഷത്തോടു കൂടി ലഡ്ഡു കൊടുത്ത് പറഞ്ഞു വിടും എന്നോർത്തോളൂ. അതാണ് ഷോൺഡോൾ ഡാൻസ്. സന്തോഷത്തോടെ ലഡ്ഡു കൊടുത്ത് പറഞ്ഞു വിടും. അവസാനത്തെ 3 ലെറ്റർ തിരിച്ച് വായിച്ചു കഴിഞ്ഞാൽ LOD എന്നല്ലേ, അങ്ങനെയും കണക്ട് ചെയ്താൽ അത് വെച്ചിട്ട് ഇത് ലഡാക്ക് ആണ് എന്നും ഓർത്തോളൂ. ലഡാക്കിൽ നിന്നും ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയിട്ടുള്ള അവിടുത്തെ ഡാൻസ് ആണ് ഷോൺഡോള്. അതിലെ ഏറ്റവും അവസാനത്തെ 3 ലിറ്ററിൽ ലഡാക്ക് ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് വെച്ചിട്ടും ഓർത്താൽ മതി. അപ്പൊ ഇത്രയുമാണ് ലഡാക്കിൽ നിന്നും നോക്കേണ്ടത്. എങ്കിൽ നമുക്ക് അടുത്ത് നോക്കേണ്ടതാണ് ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിൽ നിന്ന് നമുക്ക് ആദ്യം കണക്ട് ചെയ്ത് പഠിക്കേണ്ടത് നാട്ടി ഡാൻസ്, തോട ഡാൻസ് എന്നിവയാണ്. ഇങ്ങനെ ഓർത്തോളൂ. ഹിമാചൽ പ്രദേശ് എന്ന് പറയുമ്പോഴത്തേക്കും ഹിമാലയത്തിലുള്ള നദികളും തോടുകളും ഓർത്തോളൂ. ഹിമാലയൻ നദികളും ആ നദികളുടെ തോടും വെച്ച് ഓർത്താൽ മതി. അതാണ് നാട്ടി ഡാൻസ്, തോട ഡാൻസ്. നാട്ടി ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശിലെ സ്റ്റേറ്റ് ഡാൻസ് ആണ്. അതിന്റെ തന്നെ പല വെറൈറ്റികൾ അവിടെയുള്ള പല ഏരിയയിലുണ്ട്. കുള്ളു നാട്ടി, കിന്നൌരി നാട്ടി, ഗഡ്ഡി നാട്ടി, ഷിംല നാട്ടി, എന്തൊക്കെ ചോദിച്ചിരുന്നാലും നമ്മൾക്ക് ആ നാട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നദി, ഹിമാലയൻ നദി, അത് വെച്ചിട്ട് ഹിമാലയം, ഹിമാചൽ പ്രദേശ് എന്ന് ഓർത്തോളൂ. എങ്കിൽ തോട ഡാൻസ് ഹിമാലയൻ നദികളിലെ തോട് വെച്ച് ഓർത്താൽ മതി, തോട ഡാൻസ്. അപ്പൊ അവിടെയുള്ള തോടുകളിലൊക്കെ പോയിട്ട് ആരെയും തൊടാൻ നിൽക്കരുത്, സ്ത്രീകളെയൊക്കെ. എങ്കിൽ അവിടെയുള്ള ട്രൈബൽസ് ആർച്ചറി അൻപെയ്യും എന്ന് ഓർത്തോളൂ. യെസ്, തോട ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈബൽ ആർച്ചറി ഡാൻസ് ആണ്. അവർ അമ്പും വില്ലൊക്കെ വെച്ച് കളിക്കുന്നതാണ്. അപ്പൊ തോടിൽ പോയി ആരെയും തുടരുത്. ഇതാണ് നാട്ടി ഡാൻസ്. ഓക്കെ, അതാ നോക്കിക്കോളൂ. ഒരാൾ വന്നിട്ട് സ്ത്രീയുടെ കൈയൊക്കെ തൊട്ട് കളിക്കുകയാണ്. അവിടുത്തെ ട്രൈബൽസ് വന്നിട്ട് അമ്പെയ്യും. അതിന്റെ ഒരു എന്താണ്, തോടാ ഡാൻസിന്റെ ഒരു സ്കെച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ട്രൈബൽസ് അമ്പൊക്കെ വെച്ചിട്ട് നിൽക്കുന്നില്ലേ, ഇത് അവിടുത്തെ ഒരു ചുമർചിത്രം പോലത്തെ ഒരു പെയിന്റിംഗ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നോക്കേണ്ട അവിടുത്തെ നാടോടി നൃത്ത രൂപങ്ങള്. ആദ്യം നമ്മൾ പഠിച്ച ഹിമാലയൻ നദികളെന്നല്ലേ പഠിച്ചത്, അത് വെച്ചിട്ട് അതിന്റെ പ്രത്യേകത വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം, എന്നിട്ട് ഞാൻ കണക്ട് ചെയ്ത് തരാം. ജാലി ഡാൻസ്. ജാലി ഡാൻസ് ഹിമാചൽ പ്രദേശിലാണ്. മാക്ര ഡാൻസ്, ചപ്പേലി ഡാൻസ്, ചാർബ ഡാൻസ്, ഡങ്കി ഡാൻസ് എന്നിവ ഹിമാചൽ പ്രദേശിലാണ്. നിങ്ങൾ കേട്ട് പേടിക്കേണ്ട, നമുക്ക് സിമ്പിൾ ആയിട്ട് കണക്ട് ചെയ്യാം. ഹിമാലയൻ നദികള്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്തെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. നദി ആകുമ്പോഴത്തേക്കും എന്തായിരുന്നാലും അവിടെ ചെളി ഉണ്ടാവില്ലേ. ചെളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെളി എന്നും പറയും. അത് വെച്ചിട്ട് ഓർക്കാം. അപ്പൊ ഹിമാലയൻ നദിയിലെ ചെളി, അതാണ് ജാലി ഡാൻസ്. ആ ചെളിയിൽ എന്തായിരുന്നാലും ഉറപ്പായിട്ടും ധാരാളം മാക്കാന്മാരുണ്ടാവും അല്ലേ. തവളയെ മാക്കാൻ എന്നും പറയാറുണ്ട്. അപ്പൊ ആ ചെളിയിലെ മാക്കാനെ കണ്ടാൽ നമ്മൾ മാക്കാനെ എന്ന് പറയും. യെസ്, ജമാക്ര ഡാൻസ്, അതും ഹിമാചൽ പ്രദേശിലാണ്. അപ്പോൾ ചെളിയും മാക്കാനൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ചപ്പലിട്ട് വേണം ഇറങ്ങാൻ. അതാണ് ചപ്പേലി ഡാൻസ്. അങ്ങനെ കണക്ട് ചെയ്യാലോ. എങ്കിൽ ചപ്പലിട്ട് ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ചർമ്മം കേടാവും. യെസ്, അതാണ്
ചാർബ ഡാൻസ്. അതൊന്നും അല്ല, ചപ്പലൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ വഴി പോകണം എന്നുണ്ടെങ്കിൽ ഡോങ്കിപ്പുറത്തെ പോകാനായിട്ട് പറ്റത്തുള്ളൂ. അതാണ് ഢാങ്കി ഡാൻസ്. ഡോങ്കിപ്പുറത്ത് പോകണം, ഢാങ്കി ഡാൻസ്, അങ്ങനെ ഓർത്തോളൂ. ലഡുക്കയും കൂടെ ഹോഴ്സിന്റെ പുറത്ത് പോകുന്നത് കോഷൻ സ്പീഡിലാണ്. അതാണ് നമ്മൾ ലഡാക്കിൽ നോക്കിയത്. കോഷൻ ഹോഴ്സ് റേസുമായിട്ട് ബന്ധപ്പെട്ട നാടോടിനൃത്ത രൂപം. ഹിമാലയൻ നദികളിൽ ചപ്പലില്ലെങ്കിൽ ചർമ്മം കേടാവും, ചെളിയാണ്. അങ്ങനെയെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഡോങ്കി പുറത്ത് വേണം പോവാൻ. അതാണ് ഢാങ്കി ഡാൻസ്. കണക്ട് ചെയ്യാലോ. ഹിമാലയൻ നദികളിലെ ചെളി വെച്ചോർത്തോളൂ. ചെളിയുണ്ട്, അപ്പൊ അതിലുള്ള മാക്കാനെ മാക്കാൻ എന്ന് പറയും. ചപ്പലിട്ട് വേണം അതിലിറങ്ങാൻ, ചർമ്മം കേടാകും. ചപ്പേലി ചാർബ അല്ല എന്നുണ്ടെങ്കിൽ ഡോങ്കി പുറത്ത് പോകണം. അതാണ് ഢങ്കി ഡാൻസ്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാം ഡാൻസ്. നമ്മൾ ലഡാക്കിൽ നോക്കിയ പോലെ തന്നെ ഹിമാലയൻ മലകളിലൊക്കെ പോകുമ്പോഴത്തേക്കും ചമഞ്ഞ് വേണം പോവാൻ. റീൽസും ഷോട്ടൊക്കെ എടുക്കേണ്ടതല്ലേ, അത് വെച്ച് ഓർത്താൽ മതി. ചാം ഡാൻസ് ഹിമാചൽ പ്രദേശിലും ഉണ്ട് എന്ന് ഓർത്തോളൂ. അപ്പൊ ചാം ഡാൻസ് അതിലുള്ള സെയിം ഇത് തന്നെയാണ്. മാസ്ക് ഒക്കെ ഇട്ടിട്ട് വന്നിട്ട് ഡെവിലിനെ വന്നിട്ട് ഗോഡ് കൊല്ലുന്ന രീതിയിൽ കാണിക്കുന്ന നൃത്ത രൂപമാണ് എന്ന് ഓർത്തോളൂ. കണക്റ്റഡ് അല്ലേ? എങ്കിൽ നമുക്ക് അടുത്തയിലേക്ക് പോവാം. ഇനി നോക്കാനുള്ളത് രാജസ്ഥാനിൽ നിന്നുള്ള ഫോക്ക് ഡാൻസുകളാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് പഠിക്കേണ്ടതെല്ലാം പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്ത് പഠിക്കാം. രാജസ്ഥാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു രാജാവ് ഉണ്ടല്ലേ, പേരിൽ തന്നെ ഒരു രാജാവ് ഉണ്ട്. അപ്പൊ രാജാവിന്റെ കല്യാണമാണ് എന്ന് ഓർത്തോളൂ അല്ലെ. രാജാവ് താലി കെട്ടും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്താണ് നമ്മളെല്ലാം നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യം നോക്കേണ്ടതാണ് തെറാക് താലി. തെറാക് താലി, രാജാവ് താലി കെട്ടുന്നത് ഒരു താരത്തെയാണ് എന്ന് ഓർത്തോളൂ. ഓക്കെ, അപ്പൊ തെറാക് താലി ഫോക്ക് ഡാൻസ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാനിലൊന്നാണ് പെർഫോം ചെയ്യുന്നത്. അവിടുത്തെ കമാഡ ട്രൈബാണ് തെറാക് താലി ഫോക്ക് ഡാൻസ് പെർഫോം ചെയ്യുന്നത്. അവിടെയുള്ള സ്ത്രീകൾ ദേഹത്ത് 13ഓളം സിംബലുകൾ ചാർത്തിക്കൊണ്ട് കളിക്കുന്നൊരു നൃത്തമാണ് തെറാക് താലി എന്ന് ഓർത്തോളൂ. ഇങ്ങനെ ഓർത്താൽ മതി. രാജാവിന് താരത്തിന് കിട്ടാനായിട്ട് 13ഓളം സിംബൽ വന്നിട്ട് താരം കാണിക്കും. അതിനെല്ലാം ഉത്തരം നൽകിയാലേ രാജാവിന് താരത്തിനെ കിട്ടാനായിട്ട് കഴിയുള്ളൂ. 13ഓളം സിംബൽ, അത് അവിടുത്തെ ഒരു ചടങ്ങാണ് എന്ന് ഓർത്തോളൂ. അപ്പൊ ഇങ്ങനെ ഈ സിംബൽ കാണിക്കുമ്പോഴത്തേക്കും അവിടെയുള്ള ആൾക്കാരെല്ലാം പറയും കമോണ്ട്ര രാജാവേ. അതാണ് കമാഡ ട്രൈബ്. അങ്ങനെയും ഓർത്ത് വെച്ചോളൂ. ഓക്കെ, എങ്കിൽ ഈ കല്യാണത്തിനായിട്ട് രാജാവ് കോടികളാണ് പൊട്ടിച്ചത് എന്ന് ഓർത്തോളൂ. ഭാര്യയെ അച്ചി എന്നും പറയാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യാം. അച്ചിക്ക് വേണ്ടി കോടികൾ ചെലവഴിച്ചാണ് ഈ കല്യാണം നടത്തുന്നത്. അതാണ് കച്ചി ഗോഡി. കച്ചി ഗോഡി ഫോക്ക് ഡാൻസ് എവിടെ എന്ന് ചോദിച്ചാൽ അത് രാജസ്ഥാനിൽ നിന്ന് എന്ന് പറയണം. കച്ചി ഗോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല സുഹൃത്തുക്കളെ, ഡമ്മി ആയിട്ടുള്ള കുതിരപ്പുറത്ത് നിന്നിട്ടുള്ള നൃത്തമാണ്. ഇതാണ് ഡമ്മി ആയിട്ടുള്ള കുതിര. അതിന്റെ മുകളിൽ നിന്നിട്ട് ഒരാൾ കളിക്കുന്നുണ്ടോ, അടുത്ത് നിന്നിട്ട് ഒരു സ്ത്രീയും നൃത്തം ചെയ്യുന്നു. ഇതാണ് കച്ചി ഗോഡി. നരസിംഹത്തിലെ ആ പാട്ട് ഓർത്താൽ മതി. പൊയ്ക്കാൽ കുതിരമേൽ നിന്നുറങ്ങും വെങ്കടേശ, ഡേയ് വെങ്കടേശ. അത് തന്നെ, ഇതാണ് രാജസ്ഥാനിലെ വെങ്കടേശൻ. ഓക്കെ, ഡമ്മി ഹോൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇവിടെ കൊണ്ടുവന്നിട്ട് ഇദ്ദേഹത്തിന് ഈ ഡാൻസ് ചെയ്യിപ്പിക്കാനായിട്ട് കോടികള് ചെലവാണ്. അത് അച്ചിക്ക് വേണ്ടിയിട്ടാണ് രാജാവ് ചെയ്തത്. അതാണ് കച്ചി ഗോഡി. ഫേക്ക് കുതിരപ്പുറത്ത് നിന്നുള്ള ഡാൻസ് ആണ്. ആ കുതിരയ്ക്ക് കോടികൾ ചെലവാവും എന്നും കണക്ട് ചെയ്തോളൂ. എങ്കിൽ അടുത്ത് നോക്കേണ്ടതാണ് ഘൂമർ ഡാൻസ്. ഘൂമർ എന്നാൽ ഗ്രൂം എന്ന് ഓർത്തോളൂ. ബ്രൈഡ് ഗ്രൂം എന്നൊക്കെ പറഞ്ഞ ഗ്രൂം ഷോപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വരന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ എടുക്കാനുള്ള ഷോപ്പാണല്ലേ. അപ്പൊ ഘൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂം, വരനെ വെച്ച് ഓർത്താൽ മതി. വരനുള്ള ഡ്രസ്സ് എടുക്കുമ്പോഴത്തേക്കും നല്ല ബില്ലാവും. യെസ്, ബിൽ ട്രൈബ്സ് ആണ് ഇത് പെർഫോം ചെയ്യുന്നത്. ഘൂമർ ഡാൻസ്, ഗ്രൂം എന്ന് ഓർത്താൽ മതി. ബ്രൈഡ് ഗ്രൂം എന്നൊക്കെ വെച്ചിട്ട്. എങ്കിൽ ആ ഗ്രൂം ആര് എന്ന് ചോദിച്ചാൽ അത് രാജാവാണ്, രാജസ്ഥാൻ. അങ്ങനെ കണക്ട് ചെയ്ത് നിങ്ങൾ പറയണം. അപ്പൊ വരനുമായി അല്ലേ. അപ്പൊ ഇനി നോക്കാനുള്ളത് അടുത്താണ് ജുലാൻ ലീല ഡാൻസ്. ജുലാൻ ലീല ഫോക്ക് ഡാൻസ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും രാജസ്ഥാനാണ്. നമുക്ക് രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാം. ഒന്ന്, രാജസ്ഥാൻ ജ്വലിക്കുന്ന സ്റ്റേറ്റ് ആണ്. ഏറ്റവും കൂടുതൽ മരുഭൂമിയുള്ള ഇന്ത്യയിലെ സ്റ്റേറ്റ് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജസ്ഥാനാണ്. മോനെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി അയക്കല്ലേ എന്നല്ലേ. അപ്പോ സാധാരണ ചൂടായിരിക്കും, ജ്വലിക്കുന്ന സ്റ്റേറ്റ് ആണ്. അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്തോളൂ. രാജാവ് താരത്തെ താലി കെട്ടി കോടികൾ ചെലവഴിച്ചു അച്ചയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞു, കച്ചി കോടി. അപ്പൊ ഗ്രൂം ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും രാജാവാണ്. ഇനി കല്യാണമാണ് നടക്കേണ്ടത്. കല്യാണം നടക്കുമ്പോഴത്തേക്കും എല്ലാ നോർത്ത് സൈഡിലേക്ക് വന്നിട്ട് അല്ലെ ഒരു ഹോമകുണ്ടത്തിന്റെ ഒക്കെ നടുക്ക്, ജ്വലിക്കുന്ന തീയുടെ നടുക്ക് വെച്ചായിരിക്കും വരനും അല്ലെ വധുവും വിവാഹിതരാകുന്നത്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യാം. അതാണ് ജ്വാല. കെട്ടുന്ന ആരെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ലീലയാണ് ആ താരം എന്നോർത്തോളൂ. അതാണ് ജുലാൻ ലീല ഡാൻസ്. അങ്ങനെ കണക്ട് ചെയ്യാമല്ലോ. അങ്ങനെ കല്യാണവും കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്തായിരിക്കും? കല്യാണവും കഴിഞ്ഞ് പിന്നെ ഫംഗ്ഷൻ ആണ്. അപ്പോ വരനും വധുവും ചാരി നിന്ന് ഡാൻസ് കളിക്കും എന്നോർത്തോളൂ. ടൈറ്റാനിക് സ്റ്റൈലില് എവറി നൈറ്റ് ഇൻ മൈ ഡ്രീംസ് അല്ലെ, ഐ ഫീൽ യു, ഐ സീ യു. അങ്ങനെ കണക്ട് ചെയ്താൽ മതി. അപ്പോ ചാരി നിന്ന് ഡാൻസ് കളിക്കും. അതും രാജസ്ഥാനിലാണ്. ഓക്കെ അല്ലേ.
എങ്കിൽ ഇനി നടക്കാൻ പോകുന്നത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് എന്താണ് അവിടുത്തെ ആചാരങ്ങളാണ്. അപ്പൊ അവരുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് അവര് ചെയ്യാൻ വേണ്ടി പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇനി നോക്കേണ്ടത്. യെസ്, ഭാവൈ ഡാൻസ് അത് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാനിലാണ്, ഗുജറാത്തിലും ഉണ്ട്. അത് നമുക്ക് നോക്കാം. ഇപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി, ഭാവൈ ഡാൻസ് രാജസ്ഥാനാണ്. അത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു 8-9 ഈ ബ്രാസിന്റെ ചട്ടിയോ അല്ലെന്നുണ്ടെങ്കിൽ മൺചട്ടിയൊക്കെ തലയുടെ മുകളിൽ വെച്ചിട്ട് ചെയ്യുന്ന പെർഫോമൻസ് ആണ് ഭാവൈ ഡാൻസ്. ഓക്കെ, അങ്ങനെ ഓർത്താൽ മതി. അവരുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് ഒരു 8-9 കലം മുകളിൽ വെച്ചിട്ട് വീഴാതെ അവർ നിന്ന് ഡാൻസ് കളിക്കും എന്ന് ഓർത്തോളൂ. അപ്പൊ അത് കഴിഞ്ഞു. ഇനി അടുത്ത ആചാരം എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്ര സിനിമ ഓർത്താൽ മതി. ലാലേട്ടൻ വരനും വധുവും വന്നിട്ട് കുറച്ച് ആചാരങ്ങളുണ്ടല്ലോ, എന്ത് മനോഹരമായ ആചാരം. അങ്ങനെ ഓർത്താൽ മതി. അടുത്ത ആചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽബലിയ, കാലന് ബലി കൊടുക്കും ഒരു സ്നേക്കിനെ എന്നോർത്തോളൂ. ഒരു സർപ്പത്തെ കാലന് ബലി കൊടുക്കും. അതാണ് അടുത്ത ആചാരം. കൽബേലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർപ്പേര ഡാൻസ് എന്ന് അറിയപ്പെടുന്നതും കൽബേലിയ നൃത്തമാണ്. അതും രാജസ്ഥാനിലാണ്. സ്നേക്കിന്റെ സ്റ്റൈലിലുള്ള ചമഞ്ഞിട്ടുള്ള ഡാൻസ് ആണ് എന്ന് ഓർത്താൽ മതി. അതാണ് കൽബേലിയ. അല്ല എന്നുണ്ടെങ്കിൽ രാജാവ് വധുവിനെ വിളിക്കും, എന്റെ കൽബിലെ എലിയാണ് നീ, കൽബാണ് നീ. അപ്പൊ അതും കേട്ടിട്ട് ആ എലിയെ പിടിക്കാൻ സർപ്പം വന്നു എന്നും ഓർത്തോളൂ. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ആചാരമാണ്. കാലന് ബലി കൊടുത്തു സർപ്പത്തെ, അങ്ങനെ കണക്ട് ചെയ്യാം. എങ്കിൽ അടുത്ത് നോക്കേണ്ടതാണ് സുസിനി ഡാൻസ്. സുസിനി ഡാൻസ് ഈ ആചാരങ്ങളൊന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ സൂസൈഡ് നടക്കും. അതുകൊണ്ട് ഉറപ്പായിട്ടും നടത്തണം എന്നാണ് പറയുന്നതെന്ന് ഓർത്താൽ മതി. അതാണ് സുസിനി ഡാൻസ് അല്ലേ, അങ്ങനെ കണക്ട് ചെയ്യാം. സുസിനി ഡാൻസും രാജസ്ഥാനിലാണ്. ഓക്കെ, അപ്പോ ഇനി നോക്കേണ്ടതാണ് ചുമ ഡാൻസ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും രാജസ്ഥാനിലാണ്. ചുമ എന്ന് പറയുന്ന ഫോക്ക് ഡാൻസ് ഞാൻ നേരത്തെ പറഞ്ഞു, ജ്വലിക്കുന്ന സ്റ്റേറ്റ് ആണ് രാജസ്ഥാൻ. അവിടെ ഉള്ള മരുഭൂമി കൂടെ ചുമ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുമ വരും അല്ലേ. അതാണ് ചുമ ഡാൻസ്. രാജസ്ഥാനിലെ ചൂട് വെച്ച് കണക്ട് ചെയ്താൽ മതി. ഓക്കെ അല്ലേ, ഇനി നമുക്ക് അടുത്തയിലേക്ക് പോവാം. എങ്കിൽ അടുത്ത് നോക്കേണ്ടതാണ് പഞ്ചാബ്. പഞ്ചാബിൽ നിന്നുള്ള ഡാൻസിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് ബല്ലേ ബല്ലേ എന്നൊക്കെ അല്ലേ, 2 കഷമൊക്കെ പൊക്കിയിട്ട് ബല്ലേ ബല്ലേ, അത് വെച്ച് തന്നെ നമുക്ക് പഠിക്കാം. ഭംഗറ ഡാൻസ് പഞ്ചാബിൽ നിന്നുള്ളതാണ്. ഭംഗറ ഫോക്ക് ഡാൻസ്. ഭംഗറ ബല്ലേ ബല്ലേ അല്ലെ, അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ. അപ്പൊ ഭംഗറയും വന്നിട്ട് പഞ്ചാബാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓർത്തോളൂ, പഞ്ചാബ് എന്ന് പറയുമ്പോഴത്തേക്കും ആ പേരുമായിട്ട് സാദൃശ്യമുള്ളത് പഞ്ചാബ്, കഞ്ചാവ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഓർക്കാം. അപ്പൊ കഞ്ചാവിൽ നിന്നുണ്ടാക്കുന്നതാണ് ബാങ്ക് അല്ലേ. ബാങ്ക് കഞ്ചാവിന്റെ ഇല ചുരുട്ടിയൊക്കെ വെച്ചിട്ടാണ് ബാങ്ക് ഉണ്ടാക്കുന്നത്. അപ്പോ പഞ്ചാബ്, കഞ്ചാവ്, ബാങ്ക്, ഭംഗറ അങ്ങനെ വേണമെങ്കിലും കണക്ട് ചെയ്യാം. ബാങ്ക് കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കളിച്ച് പിന്നെ കിടന്നായിരിക്കും കളി അല്ലേ, ഫിറ്റ് ആകുമ്പോഴത്തേക്കും. യെസ്, ഗിഡ്ഡ ഡാൻസും വന്നിട്ട് പഞ്ചാബിതാണ്. ഗിഡ്ഡ ഫോക്ക് ഡാൻസും പഞ്ചാബിന്നാണ് എന്നും ഓർത്തോളൂ. അല്ല എന്നുണ്ടെങ്കിൽ പഞ്ചാബിലെ ഡാൻസ് ആണ് ഭംഗറ. ഭംഗറ ബല്ലേ ബല്ലേ, അതവര് കിടന്നൊക്കെ കളിക്കും. അപ്പോ ഗിഡ്ഡ ഡാൻസും വന്നിട്ട് പഞ്ചാബിന്നാണ് എന്നും ഓർത്തോളൂ. ഭാംഗ്ര ഡാൻസ് കളിക്കുന്നത് വന്നിട്ട് മെന്നാണ്. ഹാർവെസ്റ്റ് ടൈമില് ഭാങ് കുടിക്കുന്നത് മെന്നല്ലേ. എങ്കിൽ ഗിഡ്ഡ ഡാൻസ് കളിക്കുന്നത് വുമൺ ആണ് എന്നും ഓർത്തോളൂ. എങ്കിൽ അടുത്ത് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൽവൈ ഗിഡ്ഡ എന്ന് പറയുന്നതും അവിടെ തന്നെയാണ്. ഗിഡ്ഡ എന്ന് പറഞ്ഞതിന്റെ വേറൊരു ഫോമാണ്. അപ്പൊ അതിൽ തന്നെ ഗിഡ്ഡ ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. എങ്കിൽ ഝൂമർ ഡാൻസ് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതും പഞ്ചാബിലാണ്. മറ്റിടത്ത് ഗ്രൂമർ എന്ന് വെച്ചിട്ടാണ്, ഘൂമർ ആണ് കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് രാജസ്ഥാനില്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഝൂമർ. ഇങ്ങനെ ഓർത്താൽ മതി. ചുമ്മാ മാറ് എന്ന് പറയുകയാണ്. ആരെ? ഈ പഞ്ചാബിലെ ബലൂചിസ്ഥാൻ ഏരിയ എന്ന് വന്നിട്ട് കുറച്ച് പേര് വന്നിട്ട് ഇടയ്ക്ക് വന്നിട്ട് ഡാൻസ് കളിക്കുന്നു. സന്താൽ ബാർ റീജിയനിൽ, പാകിസ്ഥാനിലെ സന്താൽ ബാർ, അത് ബലൂചിസ്ഥാൻ ഏരിയ ആണ്. അവിടെയുള്ള ആൾക്കാർ വന്ന് കളിക്കുമ്പോഴത്തേക്കും പഞ്ചാബികൾ പറയും ചുമ്മാ മാറ് അലമ്പുണ്ടാക്കാതെ നമ്മുടെ ഡാൻസ് ആണ്. അതാണ് ഝൂമർ എന്ന് ഓർത്തോളൂ. അവന്മാര് മാറത്തില്ല, അവന്മാര് വീണ്ടും നിന്ന് അലമ്പുണ്ടാക്കുക. എങ്ങനെയാണ് അലമ്പുണ്ടാക്കണമെന്നല്ലേ, ഇവരിങ്ങനെയല്ലേ കളിക്കുന്നത്, ബല്ലേ ബല്ലേ. അപ്പൊ ഇവന്മാർ ഒന്ന് കിക്കിളി ആയി കൊടുക്കും 2 സൈഡിലും കഷത്തിലും. അതാണ് കിക്കിളി ഡാൻസ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചാബ്. ബല്ലേ ബല്ലേ എന്ന് കൈ പൊക്കുമ്പോ കിക്കിളി ആക്കി കൊടുത്തു എന്ന് ഓർത്താൽ മതി. അങ്ങനെ കിക്കിളി ആയി കൊടുക്കുമ്പോൾ ഇവന്മാർ ചുമ്മാ ഇരിക്കും. പിന്നെ അടിയാവും. അതാണ് ലൂഡി ഡാൻസ്. അടി എന്ന് ഓർത്തോളൂ. ലൂഡി ഡാൻസ് അതും പഞ്ചാബിലാണ്. ഈസി ആയിട്ട് കണക്ട് ചെയ്യാലോ അല്ലേ. എങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. അപ്പോ അടുത്ത് ഹരിയാനയിൽ നിന്നുള്ള ഫോക്ക് ഡാൻസ് ആണ് നമുക്ക് നോക്കേണ്ടത്. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഹരിയും ആനയുടെയും കഥയാണ് ഇവിടെ എന്ന് ഓർത്തോളൂ. ഹരി പ്രഗത്ഭനായിട്ടുള്ള ഒരു ആനപ്പാപ്പാനാണ്. പ്രായിക്കര പാപ്പാൻ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറിയാം. അതില് മുരളിച്ചേട്ടനെ പോലെ ഓർത്താൽ മതി. അപ്പോ ഒരു മലയിൽ നിന്നും ആ നാട്ടിലേക്ക് ആന ഇറങ്ങുന്നു എന്നുള്ളത് ഓർത്തോളൂ. ആനയാണ് ഇവിടുത്തെ മെയിൻ സബ്ജക്ട്. മലയിൽ നിന്നാണ് ഇറങ്ങുന്നത്. അതാണ് ധ മാൽ ഡാൻസ്. എങ്കിൽ ജമ്മു കാശ്മീരിലുള്ള എല്ലാവർക്കും വന്നിട്ട് ഹാലാവുമ്പോ ഡും ഡും എന്ന് കേൾക്കുമല്ലേ, അത് ഡും ഹാല്. അതും ഇതും തമ്മിൽ ആ ഒരു വ്യത്യാസമുണ്ട് എന്ന് ഓർത്താൽ ഈസി ആയിട്ട് കണക്ട് ചെയ്യാന്നുള്ളൂ. ഇത് മലയിൽ നിന്നും ആന ഇറങ്ങി. അങ്ങനെ ആന ഇറങ്ങുമ്പോഴത്തേക്ക് അവിടെയുള്ള എല്ലാവരും പേടിച്ച് ഗുഹയ്ക്കുള്ളില് ഒരു സിദ്ധനുണ്ട്, അദ്ദേഹത്തെ പോയി പ്രാർത്ഥിച്ച് രക്ഷിക്കണേന്ന് പ്രാർത്ഥിക്കും എന്നോർത്തോളൂ. അതാണ് ഗുഗ്ഗ ഡാൻസ്.
ഗുഗ്ഗ സിദ്ധന്മാർ, ഗുഗ്ഗ സന്യാസിമാർ പെർഫോം ചെയ്യുന്ന ഡാൻസ് ആണ്. അങ്ങനെ കണക്ട് ചെയ്യാം. എന്നിട്ടും ആന പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ദഫ് കൊട്ടി ഓടിക്കും എന്ന് ഓർത്തോളൂ. ദഫ് മുട്ടൊക്കെ കേട്ടിട്ടില്ലേ? നമ്മുടെ സ്കൂളിലെ യുവജനോത്സവത്തിന്റെ കോൽക്കളി, ദഫ് മുട്ട്, അതൊക്കെ വന്നിട്ട് മത്സര ഇനമാണ്. അതുപോലെ ഹരിയാനയിലും ദഫ് മുട്ട് ഉണ്ട് എന്ന് ഓർത്തോളൂ. ഈ കാട്ടിൽ നിന്ന് നാട്ടിലോട്ട് ജനങ്ങളൊക്കെ താമസിക്കുന്നിടത്തോട്ടൊക്കെ ആനയൊക്കെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ പാട്ടയും ചെണ്ടയൊക്കെ കൊട്ടിയാണ് ഓടിക്കുന്നത്. അതിന്റെ സൗണ്ട് അലർജിയാണ്. അപ്പൊ അവിടെ ആന ഇറങ്ങിയപ്പോൾ ദഫ് മുട്ടിക്കൊണ്ട്, ഈ ഡോലക്കിന്റെ വലിയ ഐറ്റമാണ് ദഫ് എന്ന് പറയുന്നത്, അത് മുട്ടി ഓടിക്കാനായിട്ട് നോക്കി എന്നും ഓർത്തോളൂ. ആ ഡാൻസ് ലിറ്ററലി അത് തന്നെയാണ്. ദഫ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് അത് മുട്ടിക്കൊണ്ടുള്ള ഡാൻസ് ആണ്. എങ്കിൽ നമുക്ക് ഇനി കണക്ട് ചെയ്യേണ്ടത്, എന്നിട്ടും ആന പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ചുമരിൽ ചാരി നിന്ന് ദൈവത്തിനെ പ്രാർത്ഥിക്കും. അർജുനൻ ഫൽഗുണൻ എന്നല്ലേ, ഹരിയല്ലേ വരേണ്ടത്? അപ്പൊ അർജുനൻ ഫൽഗുണൻ എന്ന് പ്രാർത്ഥിക്കും. ചുമർ എന്നാൽ ഝുമർ ആണ്. അല്ലെങ്കിൽ ചുമരിൽ ദൈവത്തിന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് പ്രാർത്ഥിക്കും എന്നും ഓർത്തോളൂ. അപ്പൊ ചുമർ ഡാൻസ്, ഫോക്ക് ഡാൻസ് നടക്കുന്നത് ഹരിയാനയിലാണ്. നമ്മൾ ആദ്യം രാജസ്ഥാനിൽ ഗ്രൂം, അത് അല്ലെ വരൻ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവ്, അത് വെച്ചിട്ടാണ് ഘൂമർ എന്ന് പഠിച്ചത്. പഞ്ചാബിലാണെന്നുണ്ടെങ്കിൽ ചുമ്മാ മാറാൻ പറയും. ബലൂജ് പ്രവിശ്യയിൽ നിന്നുള്ള പഞ്ചാബിൽ നിന്നുള്ള ആൾക്കാർ വന്നിട്ട് ഇതിന്റെ ഇടയിൽ നിന്ന് ഡാൻസ് കളിക്കുമ്പോൾ ചുമ്മാ മാറും, അതാണ് ഝൂമർ എന്ന് പറയുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമരിൽ ചാരി നിന്ന് പ്രാർത്ഥിക്കും അർജുനൻ ഫൽഗുണൻ എന്നാണ്. യെസ്, ഝുമർ ഫോക്ക് ഡാൻസ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരിയാനയാണ്. പ്രാർത്ഥിക്കുന്നത് അർജുനൻ ഫൽഗുണൻ. യെസ്, ഫൽഗുൺ ഡാൻസ്, ഇത് ഫൽഗുൺ മാസത്തിലാണ് ഇത് പെർഫോം ചെയ്യുന്നത്. അതും വന്നിട്ട് ഹരിയാനയിലാണ്. അല്ലെങ്കിൽ ഫൽഗുൺ ഡാൻസിന്റെ മറ്റൊരു പേര് ഭാഗ് എന്നാണ്. ഭാഗ് എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ ഓടുക, ആന ഓടിയല്ലേ വരുന്നത്, അങ്ങനെയും കണക്ട് ചെയ്തുള്ളൂ. ഫൽഗുൺ ഭാഗ് ഹരിയാനയിലാണ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥനയെ കഴിയുമ്പോഴത്തേക്കും ഹരി വരും. ഹരി പാപ്പാനാണ്. അപ്പൊ ഹരിക്ക് ആനയെ മെരിക്കാനുള്ള റൂൾ അറിയാം. ആനച്ചട്ടം എന്നല്ലേ പറയുന്നത്, റൂള്. യെസ്, അത് വെച്ചിട്ട് കണക്ട് ചെയ്യാം. റൂളിനെ തിരിച്ചിട്ടാൽ ലൂറ് എന്നാണ്. തിരിച്ച് വായിച്ചു കഴിഞ്ഞാൽ റൂൾ എന്നും വായിക്കാം. യെസ്, ലൂർ ഡാൻസ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹരിയാനയിലാണ്. അങ്ങനെ എന്ത് റൂളാണ് അദ്ദേഹത്തിന് അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആനയെ മെരുക്കാനായിട്ട് നല്ല രാഗത്തിലുള്ള സോങ് പാടിയാൽ മതി, ഈ ആന മെരുങ്ങും എന്നോർത്തോളൂ. യെസ്, രാഗിണി ഡാൻസ്, സ്വാങ് ഡാൻസ് ഹരിയാനയിലാണ്. അപ്പൊ ആ റൂള് പ്രകാരം നല്ല രാഗത്തില് സോങ് പാടി അദ്ദേഹം ഈ ആനയെ മെരുക്കി എന്നാണ്. അല്ലെങ്കിൽ പ്രായിക്കര പാപ്പാൻ സിനിമയിലെ കഥ നിങ്ങൾക്ക് അറിയാന്നുണ്ടെങ്കിൽ ഓർത്താൽ മതി. ആനയെ മുരളിച്ചേട്ടൻ മെരുക്കുമ്പോഴത്തേക്കും എല്ലാവരും സന്തോഷത്തോടു കൂടി നല്ല രാഗത്തിലുള്ള സോങ് പാടും ആ സിനിമയില്. കൊമ്പ് കുഴൽ മേളം, അത് വെച്ചിട്ടും ഓർത്താൽ മതി. അപ്പൊ ഇത്രയുമാണ് ഹരിയാന. കണക്ട് ചെയ്യാനല്ലേ? എങ്കിൽ നമുക്ക് അടുത്തയിലേക്ക് പോകാം. എങ്കിൽ ഇനി ഉത്തർപ്രദേശിൽ നിന്നുള്ള ഫോക്ക് ഡാൻസ് ആണ് നോക്കേണ്ടത്. ഇങ്ങനെ ഓർത്താൽ മതി. ഉത്തർപ്രദേശ് എന്നാൽ ഉത്തരത്തിലുള്ള പ്രദേശം. ഉത്തരത്തിലുള്ള പ്രദേശത്തില് ഒരു ഉത്സവമൊക്കെ നടക്കുകയാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പരിപാടികൾ നടക്കുന്നുണ്ട് എന്ന് ഓർത്തോളൂ. അപ്പൊ ആദ്യത്തെ പരിപാടി എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉത്തരത്തിലുള്ള പ്രദേശത്തിലെ സ്റ്റേജിൽ നടക്കുന്നതാണ് നാടകമാണ്. യെസ്, നാട്ടങ്കി, ആ പേരിലുള്ള പോലെ തന്നെ നാടകം തന്നെയാണ്. അത് നടക്കുന്നത് ഉത്തർപ്രദേശിലാണ് എന്നും ഓർത്തോളൂ. അത് സ്ട്രീറ്റ് ഡ്രാമയാണ്. ഇതാണ് നാട്ടകി. എങ്കിൽ അടുത്ത് നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ നാടകത്തിന് പേരുണ്ടാവും. 2 നാടകമാണ് കളിക്കുന്നത്. ആദ്യത്തെ നാടകത്തിന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാസലീല. രാസലീല, നല്ല പേരല്ലേ? അതൊന്നുമല്ല, കൃഷ്ണനും രാധയും ഗോപികുമാരും തമ്മിലുള്ള പെർഫോമൻസ് ആണ്. അതിന്റെ പേരാണ് രാസലീല. അപ്പൊ കൃഷ്ണൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് രാമന്റെ പേര് വരും എന്നോർത്തോളൂ. അതാണ് രാംലീല. അപ്പൊ 2 നാടകങ്ങളുടെയും പേര് രാസലീല, രാംലീല, രണ്ടും ഉത്തർപ്രദേശിലാണ്. രാംലീല ദിലീപിന്റെ സിനിമയൊക്കെ ഇല്ലേ, അത് വെച്ചിട്ടും ഓർത്തോളൂ. അതിന് ഒരു കഥ ഉണ്ടാവില്ലേ? യെസ്, ആ നാടകത്തിന്റെ ഒരു കഥ ഉണ്ടാവും. അപ്പൊ കഥക് ഡാൻസും ഉത്തർപ്രദേശിലാണ് എന്ന് ഓർത്തോളൂ. കഥക് ഫോക്ക് ഡാൻസ് അല്ല, ക്ലാസിക്കൽ നൃത്ത രൂപമാണ്. ക്ലാസിക്കൽ നൃത്തം പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് നോക്കേണ്ടതുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി. കഥകം വന്നിട്ട് ഉത്തർപ്രദേശിലാണ്. നാടകത്തിന് കഥയുണ്ടാവും. കഥക്, നാട്ടങ്കി. അപ്പൊ 2 നാടകത്തിന് പേരുണ്ടാവും. രാസ്ലീല, രാംലീല. ഓക്കെ, ഇനി അടുത്ത പെർഫോമൻസ് എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയൂർ ഡാൻസ്, പീകോക്ക് ഡാൻസ്. മയിലിന്റെ ഇതൊക്കെ വെച്ചിട്ട് നൃത്തം ചെയ്യുന്നത്. പാണ്ടിപ്പട സിനിമയില് അവര് ലാസ്റ്റ് ക്ലൈമാക്സിലെ പെർഫോമൻസ് ഇല്ലേ, കൊച്ചി ഹനീഫ, സലിംകുമാറൊക്കെ വന്നിട്ട് മയിലിന്റെ വേഷത്തിലൊക്കെ നൃത്തം ചെയ്യും. അത് വെച്ചിട്ട് ഓർത്താൽ മതി. ആ പരിപാടിയും ഉത്തരത്തിലെ പ്രദേശത്തിലെ സ്റ്റേജിൽ നടക്കുന്നുണ്ട്. മയൂർ ഡാൻസ് എന്ന് ഓർത്തോളൂ. എങ്കിൽ അടുത്ത് നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധോബിയ ഡാൻസ് എവിടെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഉത്തർപ്രദേശിലാണ്. ധോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സൊക്കെ അലക്കുന്ന അവിടുത്തെ ഒരു കമ്മ്യൂണിറ്റി ധോബിയാണ്. അവരുടെയൊക്കെ മാരേജ് ഫംഗ്ഷൻ വരുമ്പോഴത്തേക്കും ധോബിയ ഡാൻസ് നടക്കുന്നുണ്ട് എന്ന് ഓർത്തോളൂ. അപ്പൊ ധോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോബി എന്ന് ഓർത്തോളൂ. വലിയ വലിയ ലോബികൾക്ക് മുകളിൽ ഉത്തരത്തിലായിരിക്കും പിടി. അങ്ങനെ കണക്ട് ചെയ്താൽ മതി. ധോബിയ ഉത്തർപ്രദേശിൽ. അപ്പൊ ഈ പെർഫോമൻസ് എല്ലാം നന്നായി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അഭിനന്ദിക്കും. ചൊറയായി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചപ്പലെറിയും എന്ന് ഓർത്തോളൂ. ഈ പെർഫോമൻസ് ചൊറയായാൽ ചപ്പലെറിയും. അതാണ് ചോറ, ചപ്പേലി. ഇതിനു മുന്നേ നമ്മൾ ചപ്പേലി നോക്കി. ഹിമാലയത്തിൽ പോകുമ്പോഴത്തേക്കും ചർമ്മം കേടാവാതിരിക്കാൻ ചാർബ ചപ്പലിട്ടിട്ടാണ് പോകേണ്ടത്. ചപ്പേലി അവിടെ നോക്കി. ഇവിടെ ഉത്തർപ്രദേശിലും വന്നിട്ട് ചപ്പൽ എറിയും എന്ന് ഓർത്തോളൂ. നാടകവും ഇതൊക്കെ മോശമായി കഴിഞ്ഞാൽ. ഇനി അടുത്ത് നോക്കേണ്ടത് വേറൊരു പെർഫോമൻസ് പറഞ്ഞാൽ
ചാർകുല പെർഫോമൻസ് എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതും ഉത്തർപ്രദേശിലാണ്. ചാർകുല, കുല കെട്ടി തൂക്കുന്നത് മുകളിലെ ഉത്തരത്തിലായിരിക്കും അല്ലേ? യെസ്, ഇവിടെ അങ്ങനെയാണ്. തലയുടെ മുകളിൽ കുല പോലെ 108ഓളം ലൈറ്റുകൾ തലയുടെ മുകളിൽ വെച്ചിട്ട് നടത്തുന്ന ഒരു പെർഫോമൻസ് ആണ് ചാർകുല പെർഫോമൻസ്. അങ്ങനെ ഓർത്താൽ മതി. കുല പോലെ, കുലയ്ക്ക് പകരം എന്താണ്, വാഴയ്ക്ക് പകരം ലൈറ്റ് ആണ്. 108ഓളം ലൈറ്റുകൾ തലയ്ക്ക് മുകളിൽ വെച്ചിട്ടുള്ള പെർഫോമൻസ് ആണ് എന്നോർത്തോളൂ. ഓക്കെ, ഈ ഉത്സവമൊക്കെ നടക്കുമ്പോഴത്തേക്കും മുകളിൽ തോരണം കെട്ടുമല്ലേ? തോരണവും ഉത്തരത്തിലെ പ്രദേശത്തിലാണ് കെട്ടുന്നത്. അതാണ് തോറ എന്ന് ഓർത്തോളൂ. തോരണം എല്ലാം ഉത്തരത്തിലെ പ്രദേശത്തിലാണ്. ഈ പരിപാടി എല്ലാം വന്നിട്ട് ഭംഗിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ശൗര്യം വരും. ശൗര്യം, അതാണ് ഷോറ. ശൗര്യം വരുമ്പോഴത്തേക്കും മുഖത്താണ് ശൗര്യം, ദേഷ്യം പ്രകടിപ്പിക്കുന്നത് അല്ലേ? നമ്മൾ തുറച്ചു നോക്കും ശൗര്യം വരുമ്പോൾ. അതും നമ്മുടെ ശരീരത്തിലെ ഉത്തരത്തിലെ പ്രദേശമാണ്. അങ്ങനെ കണക്ട് ചെയ്യാം. ഓക്കെ അല്ലേ? എങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഓക്കെ, ഇനി നോക്കാനുള്ളത് ഉത്തരാഖണ്ഡിൽ നിന്നുള്ള ഫോക്ക് ഡാൻസ് ആണ്. ഉത്തരയുടെ ജോലി നൃത്തം ചെയ്യുന്നതാണ് എന്ന് ഓർത്തോളൂ. ഇതാണ് ഉത്തര എന്ന് പറയുന്ന പെൺകുട്ടി എന്ന് സങ്കല്പിച്ചോളൂ. അപ്പൊ ജോലി നൃത്തം ചെയ്യലാണ് ചോലിയ. ഉത്തരയുടെ ചോലിയ. യെസ്, ചോലിയ എന്ന് പറയുന്ന നൃത്തം നടക്കുന്നത് ഉത്തരാഖണ്ഡിലാണ്. ഓക്കെ, അവിടെയുള്ള രാജ്പുത് കമ്മ്യൂണിറ്റി വെഡിങ് സമയത്തൊക്കെ കാണിക്കുന്ന പെർഫോമൻസ് ആണ് ജോലിയ. അപ്പൊ ഉത്തരയുടെ ജോലി നൃത്തം എവിടെ? രാജസദസ്സിലാണ്. നമ്മുടെ നാഗവല്ലിയൊക്കെ പോലെ അങ്ങനെ കണക്ട് ചെയ്യാം. അപ്പൊ ഏതൊക്കെ നൃത്തങ്ങളാണ് എന്നുള്ളതാണ് നമുക്കിനി നോക്കേണ്ടത്. ലോങ് ആയിട്ടുള്ള വീര നൃത്യങ്ങളാണ് ഉത്തര ചെയ്യുന്നത്. അതാണ് ലാംഗ്വീർ നൃത്യ ഉത്തരാഖണ്ഡാണ്. അപ്പൊ അത് ഏതൊക്കെ നൃത്തം എന്നാണ് നമുക്ക് നോക്കേണ്ടത്. പാണ്ഡവ് നൃത്യ, പാണ്ഡവന്മാരുടെ കഥ, അത് ഭയങ്കര ലോങ് ആണല്ലേ, മഹാഭാരത യുദ്ധമൊക്കെ പോലെ. അങ്ങനെ പാണ്ഡവ് നൃത്യ അതും ഉത്തരയാണ് പെർഫോം ചെയ്യുന്നത്, ഉത്തരാഖണ്ഡ്. പിന്നെ രമ്മൻ നൃത്യ, മഹാഭാരതം കഴിഞ്ഞ അടുത്ത് രാമായണം അല്ലേ, അപ്പൊ രമ്മൻ നൃത്യ അതും ഉത്തരാഖണ്ഡാണ്. അത് ഇത്തിരി ലോങ് ആയിട്ടുള്ളതാണല്ലേ, ലോങ് ആയിട്ടുള്ള വീര നൃത്യം. മറ്റൊരു പെർഫോമൻസ് ഏത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭരതനാട്യമല്ല, ഇത് ലോങ് ആയിട്ടുള്ള വീര നൃത്യമാണ്. ഭരതനാട്യ നൃത്യ അതും ഉത്തരയാണ് പെർഫോം ചെയ്യുന്നതെന്ന് ഓർത്തോളൂ. സഞ്ചാരി നൃത്തം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഉത്തരാഖണ്ഡാണ്. ഉത്തര സഞ്ചരിക്കുന്ന ഒരു നർത്തകിയാണ് എന്ന് വെച്ചിട്ട് ഓർത്തോളൂ. സഞ്ചാരി നൃത്തയും ഉത്തരാഖണ്ഡാണ്. ഇത്രയൊക്കെ ഉത്തര ചെയ്തിരുന്നാലും ചൊറയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയും എല്ലാവരും ചപ്പലെറിയും എന്നോർത്തോളൂ. അപ്പൊ ഇവിടെയും ഉണ്ട് ചോറ, ചപ്പേലി. ഉത്തരാഖണ്ഡിലുമുണ്ട്, ഉത്തർപ്രദേശിലുമുണ്ട്. ചൊറയായാൽ ചപ്പലെറിയും. ഓക്കെ, നമ്മൾ ആദ്യം നോക്കി ഹിമാചൽ പ്രദേശിലുണ്ട് ചപ്പേലി. അപ്പൊ ഈ രീതിയിൽ കണക്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ ഇത്രയും പെർഫോമൻസ് ചെയ്യുന്ന ഉത്തരയ്ക്ക് എന്തായിരുന്നാലും ജാട ഉണ്ടല്ലേ. അപ്പൊ എല്ലാരും ചോദിക്കും ജാടയാണോ മോളൂസേ? യെസ്, ജോഡ ഡാൻസ് ഉത്തരാഖണ്ഡിലാണ് പെർഫോം ചെയ്യുന്നത്. ജാടയാണെന്ന് നോക്കുമ്പോൾ ഉത്തര ഒന്നും മിണ്ടാതെ പോവും. അപ്പൊ എല്ലാരും പറയും ഉത്തരം തരൂ എന്ന്. അതാണ് തരൂ ഡാൻസ്. ഉത്തരം തരൂ എന്ന് ഓർത്താൽ മതി. കണക്ട് ചെയ്യാലോ, സിമ്പിൾ അല്ലേ? എനിക്ക് അടുത്തതിലേക്ക് പോവാം. അപ്പൊ ഇനി നോക്കാനുള്ളത് വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള ഫോക്ക് ഡാൻസ് ആണ്. വെസ്റ്റ് ബംഗാളിലേക്ക് ഒരു ജാത്ര പോയി എന്ന് ഓർത്തോളൂ. അതാണ് ജാത്ര ഡാൻസ്. ബംഗാളികളുടെ പരിപാടി കാണാൻ അങ്ങോട്ടേക്ക് ഒരു ജാത്ര പോയി, ജാത്ര ഡാൻസ്. ഇനി യാത്ര ചേർന്ന് വരും. യാത്ര ചേർന്ന് വന്നു കഴിഞ്ഞാൽ ഒഡീസയാണ് എന്ന് നിങ്ങൾ ഓർക്കണം. അത് നമുക്ക് നോക്കാം. അപ്പൊ ഒഡീസയിലോട്ട് ഓടുന്ന യാത്രയും ബംഗാളികളെ കാണാൻ ജാത്രയും എന്ന് ഓർത്തോളൂ. ജാത്ര ചേർന്ന് കുറെ ഡാൻസ് ഫോം വരുന്നുണ്ട്. എന്ത് വന്നിരുന്നത്? വെസ്റ്റ് ബംഗാളാണ്. ഓക്കെ, അപ്പൊ ബംഗാളികളുടെ പെർഫോമൻസ് കാണാൻ അവിടെ യാത്ര പോയപ്പോഴത്തേക്കും അവിടെ ഗംഭീര അടി നടക്കുകയാണ്, തല്ല് നടക്കുകയാണ് എന്നോർത്തോളൂ. അതാണ് ഗംഭീര ഡാൻസ്, ധാലി ഡാൻസ് എന്നിവ വെസ്റ്റ് ബംഗാളിലാണ്. ബംഗാളികൾ തമ്മിൽ ഗംഭീര തല്ല് നടക്കുകയാണ്. ഗംഭീര ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ശക്തി ദേവിയുടെ വർഷിപ്പിന് വേണ്ടിയിട്ട് മാൾഡ ട്രൈബ്സ് പെർഫോം ചെയ്യുന്നതാണ്. ഗംഭീര ശക്തിക്ക് വേണ്ടിയിട്ടാണ് ആ പെർഫോമൻസ് ചെയ്യുന്നതെന്ന് ഓർത്തോളൂ. മാൾഡ ട്രൈബ് ആണ്. എങ്കിൽ ഗംഭീര തല്ലെന്നാണ് പറഞ്ഞത്. ധാലി ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ആണുങ്ങൾ വന്നിട്ട് മുളന്തടിയൊക്കെ വെച്ചിട്ട് നടത്തുന്ന ഒരു ഡാൻസ് ആണ്. മാർഷൽ ആർട്സ് പോലത്തെ ഒരു ഡാൻസ് പെർഫോമൻസ് ആണ്. അപ്പൊ തല്ലുന്നത് മുളന്തടി വെച്ചിട്ട് മാർഷൽ ആർട്സ് രീതിയിലാണ് എന്നോർത്തോളൂ. ആണുങ്ങളാണ് തല്ല് കൂടുന്നത്. അതാണ് ഗംഭീര തല്ല് എന്ന് കണക്ട് ചെയ്തോളൂ. ഇതൊക്കെ നടക്കുമ്പോഴത്തേക്കും ഇനി അവിടെ നിൽക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോ തുണക്കണേ എന്ന് പറഞ്ഞ് ഉച്ചിയില് ക്യാപ്പും വെച്ചിട്ട് അവിടെ നിന്ന് കീർത്തനം പാടി രക്ഷപ്പെട്ടു എന്നോർത്തോളൂ. തുണക്കണേ എന്ന് പറഞ്ഞ് ഉച്ചിയിരുന്നാൽ ധുനാച്ചി ഡാൻസ്, ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽഗാപ്പ് ഡാൻസ്, ഇതെല്ലാം നടക്കുന്നത് വെസ്റ്റ് ബംഗാളിലാണ്. കീർത്തനം പാടിയാണ് രക്ഷപ്പെടുന്നത്. യെസ്, കീർത്തൻ ഡാൻസും വെസ്റ്റ് ബംഗാളിലാണ്. കണക്ട് ചെയ്യാലോ. എങ്കിൽ നമുക്ക് അടുത്തയിലേക്ക് പോവാം. അടുത്ത് നോക്കേണ്ടതാണ് ഛത്തീസ്ഗഡിൽ നിന്നുള്ള ഫോക്ക് ഡാൻസ് ആണ്. അപ്പോ ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചത്ത അല്ലെങ്കിൽ മരണം നടന്നതിനാണ്. ഈ മൃഗങ്ങളൊക്കെ മരിച്ചാലാണ് ചാവുന്നതെന്ന് പറയുന്നത്. നമുക്കിപ്പോ കോഡിനായിട്ട് ചത്ത ഘറ് എന്ന് പറഞ്ഞ ഹിന്ദിയിൽ ഭവനം എന്നല്ലേ. ചത്ത വീട്ടിലോട്ടുള്ള നടക്കുന്ന കുറച്ച് സംഭവമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ചത്ത ഘറിലേക്ക് റൂട്ട് പറഞ്ഞു കൊടുത്ത് ഒരു അച്ഛനെ വിളിക്കുകയാണ്. പള്ളിയിൽ അച്ഛൻ എന്ന് ഓർത്തോളൂ. അന്ത്യ കർമ്മം ചെയ്യാനാണ്. അതാണ് റൂട്ട് നാച്ച. റൂട്ട് പറഞ്ഞു കൊടുത്തൊരു അച്ഛനെ വിളിച്ചു വരുത്തുകയാണ്. അതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡാൻസ് ഓഫ് ജോയ് സിമിലർ ടു
കൃഷ്ണാസ് രാസലീല. അത് കൃഷ്ണന്റെ രാസലീലയുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു ഡാൻസ് ആണെന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചോളൂ. നമുക്ക് ഗോഡനായിട്ട് റൂട്ട് നാച്ച ചത്ത വീട്ടിലോട്ടുള്ള റൂട്ട് പറഞ്ഞു കൊടുത്ത ഒരു അച്ഛനെ വിളിച്ചു വരുത്തുകയാണ്. അപ്പൊ അച്ഛന് റൂട്ട് പറഞ്ഞു കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് മുതൽ വനമായിട്ടുള്ള ഒരു പ്രദേശത്തുള്ള റൂട്ടാണ് പറഞ്ഞു കൊടുത്തത്. അതാണ് പാണ്ഡവാനി. അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്തോളൂ, പണ്ട് പാണ്ഡവരൊക്കെ വസിച്ചിരുന്ന ഒരു വനത്തിലെ കൊടുങ്കാടിലെ റൂട്ടാണ് പറഞ്ഞു കൊടുത്തത്. യെസ്, പാണ്ഡവാനി ഫോക്ക് ഡാൻസ് നടക്കുന്നതും ഛത്തീസ്ഗഡിലാണ്. അത് മ്യൂസിക്കൽ നറേഷൻ ഓഫ് ദി മഹാഭാരതത്തിന്റെ മ്യൂസിക്കൽ നറേഷൻ ആണ്. അപ്പൊ പാണ്ഡവ എന്ന് പറയുമ്പോഴത്തേക്കും മഹാഭാരതം വെച്ച് കണക്ട് ചെയ്തോളൂ. അപ്പൊ ഇത് പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്കും അച്ഛന് കാര്യം മനസ്സിലായി. അവിടെ കയറി ഒറ്റയ്ക്ക് പോകുന്നത് പന്തിയല്ല, കാരണം ചത്ത ഘറാണ്. യെസ്, പന്തി ഡാൻസ് നടക്കുന്നതും ഛത്തീസ്ഗഡിലാണ് എന്ന് ഓർത്തോളൂ. പിന്നെ അച്ഛൻ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ചപ്പോഴത്തേക്ക് ആ മരണം നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഗൗരവത്തോടു കൂടിയാണ് മരിച്ചത് എന്ന് ഓർത്തോളൂ. അതാണ് ഗോർമരിയ ഡാൻസ്. അതൊന്നുമില്ല, ഇതാണ് ഗോർമരിയ. തലയിൽ വന്നിട്ട് ഈ ബൈസന്റെ കൊമ്പൊക്കെ വെച്ചിട്ട് അവർ നടത്തുന്ന ഒരു നൃത്യമാണ്. അതാണ് ഗോർമരിയ ഡാൻസ്. ബൈസൺ ഹോൺ വെച്ചിട്ട് മരിയ ട്രൈബ്സ് തന്നെയാണ് നടക്കുന്നത്. അതിൽ തന്നെ ഉണ്ട് ഗോർമരിയ, ചത്തു മരിച്ചു എന്നൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്തോളൂ. ഓക്കെ, ഇനി അദ്ദേഹത്തെ വിളിച്ചു വരുത്തി എന്തിനാണ് അച്ഛനെ? അപ്പൊ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിച്ചു വരുത്തിയത്, അന്ത്യകർമ്മത്തിന് വേണ്ടിയിട്ട്. അപ്പോ കർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചത്ത ഘറിൽ നടക്കുന്ന കർമ്മ എന്ന് വെച്ചോർത്തോളൂ. കർമ്മ ഡാൻസ് നടക്കുന്നതും അവിടെയാണ്. അപ്പൊ അച്ഛൻ അന്ത്യകർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് കിണ്ടിയും കൊണ്ടാണ് പോകുന്നത്. മണിച്ചതായാലും പറയുമ്പോലെ കിണ്ടി കിണ്ടി. ഓക്കെ, അപ്പോ ഗണ്ടി ഡാൻസ് നടക്കുന്നതും ചത്ത ഘറിൽ കിണ്ടി വെച്ചിട്ടുണ്ടാവൂല്ലേ ഇതിന്റെ അടുത്ത്. അങ്ങനെ ഓർത്താൽ മതി. എനർജറ്റിക് ഡാൻസ് പെർഫോമൻസ് ബൈ യങ് ബോയ്സ് ഓൺ ബാംബു സ്റ്റിക്സ്. ബാംബു സ്റ്റിക്സ് വെച്ചിട്ട് യങ് ബോയ്സ് ആണ് ഈ പെർഫോമൻസ് നടത്തുന്നതെന്ന് ഓർത്താൽ മതി. അവിടുത്തെ കിണ്ടിയൊക്കെ വന്നിട്ട് ബാംബുവിന്റെ മുളം തടിയിൽ നമ്മൾ ഈ വെള്ളം കുടിക്കുമ്പോഴത്തേക്ക് അതിലാണ് എടുക്കുന്നതെന്ന് ഓർത്താൽ മതി. ഓക്കെ, ഈ കർമ്മം എല്ലാം നടന്നതിന് ശേഷം നല്ല സ്റ്റൈലായിട്ടുള്ള ഡാൻസ് ഒക്കെ ചെയ്തിട്ടാണ് ഇതിനെ വന്നിട്ട് അന്ത്യകർമ്മം കഴിഞ്ഞ് കൊണ്ടുപോകുന്നത്. തമിഴ്നാട്ടിലൊക്കെ വന്നിട്ട് ഈ ഡാൻസ് ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് ഡാൻസ് ഒക്കെ കളിക്കുന്നത് കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഓർത്താൽ മതി. സ്റ്റൈലൻ ഡാൻസ്, യെസ്, പൈല ഡാൻസ് നടക്കുന്നതും ഈ ചത്ത ഘറിന്റെ അടുത്താണ് എന്ന് ഓർത്തോളൂ. എങ്കിൽ അടുത്ത് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഭർദാരി ഡാൻസ് പെർഫോമൻസ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതും വന്നിട്ട് ഛത്തീസ്ഗഡിലാണ്. മരിച്ചത് ഒരു ഭർത്താവാണ് എന്നും ഓർത്തോളൂ. ഒരു സ്ത്രീയുടെ ഒരു ഭർത്താവാണ് മരിച്ചത്. അതാണ് ഭർദാരി ഡാൻസ്. ഇത് രാജാ ഭർദാരിയുടെ സ്റ്റോറി മ്യൂസിക്കൽ രൂപത്തിൽ പറയുന്ന ഒരു ഡാൻസ് ഫോം ആണ് എന്നും ഓർത്തോളൂ. ഇങ്ങനെ കണക്ട് ചെയ്യാം. ഭർത്താവിനെ രാജാവിനെ പോലെ പറഞ്ഞ് പാടി അവര് യാത്രയാക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം സ്റ്റൈലായിട്ട് ഡാൻസും ഉണ്ട്. അപ്പൊ ശൈലിയെയും ഇതെല്ലാം ചത്ത ഘറിലാണ് നടക്കുന്നതെന്നും ഓർത്തോളൂ. ഇനി ഈ അച്ഛനെ ഇങ്ങോട്ട് കർമ്മം ചെയ്യാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത് ഒരു തത്തയാണ് എന്ന് ഓർത്തോളൂ. ഓക്കെ, തത്ത ഷു ഷു വാ അച്ഛ എന്ന് പറഞ്ഞിട്ടാണ് കർമ്മം ചെയ്യാനായിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത്. യെസ്, ശുവാ നാച്ച എന്ന് പറയുന്നത് പാരറ്റ് ഡാൻസ് എന്നറിയപ്പെടുന്നത് ശുവാ നാച്ച. അപ്പോ ഈ മരണ വീട്ടിലോട്ട് അച്ഛനെ വിളിക്കുന്നത് തത്തയാണ് ദൂത അയക്കുന്നത്. സാധാരണ പ്രാവിനല്ല അയക്കുന്നത്, തത്ത സംസാരിക്കും. അതുകൊണ്ട് തത്തയെ ദൂത അയച്ചു. തത്ത ഷു ഷു വാ അച്ഛ എന്ന് പറഞ്ഞിട്ട് ശുവാ നാച്ച അച്ഛനെ ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ ഈ ക്ലാസിന്റെ ഒക്കെ നോട്ട് നിങ്ങൾക്ക് വേണം എന്നുണ്ട് എങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അവിടെ ജോയിൻ ചെയ്തോളൂ. ക്ലാസിന്റെ നോട്ട് ഞാൻ അവിടെ അയച്ചേക്കാം. അത് മാത്രമല്ല യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്ലാസിന്റെ വീഡിയോയും ഞാൻ അവിടെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ക്ലാസ്സും നിങ്ങൾക്ക് മിസ്സാകത്തില്ല. അപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നോക്കാനുള്ളത്. ഇനി കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിന്റെ ലെങ്ത് വളരെയധികം നീണ്ടുപോകും. അപ്പൊ അടുത്തൊരു ക്ലാസ് കൊണ്ട് തന്നെ നമുക്ക് ഈ ക്ലാസ് അങ്ങ് ഫിനിഷ് ചെയ്യാം. എക്സാമിന് തിരിച്ചും മറിച്ചും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഞാൻ പറഞ്ഞ രീതിയിൽ ഒന്ന് കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് ഇനി ഈ ഭാഗത്തു നിന്നുള്ള മാർക്ക് പോകത്തില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യൂ. അപ്പോഴേ യൂട്യൂബിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് റെഗുലറായിട്ട് എത്തത്തുള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ദിസ് ഇസ് വിഷ്ണു ജി രഞ്ജിത്ത്. പഠിക്കൂ പഠിക്കൂ, പഠിച്ചുകൊണ്ടിരിക്കൂ.